ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. സെപ്റ്റംബർ 18 ധന്യനായ യൂസഫ് കുറ്റ. പോളണ്ടിലെ ഒരു അതിരൂപതയുടെ പേരാണ് പോസ്നാൻ. ആ അതിരൂപതയിലെ ഒരു വൈദികനായിരുന്നു യൂസഫ് കുറ്റ്. 1905 ജനുവരി മാസത്തിലാണ്, ജനുവരി 21 അദ്ദേഹം ജനിച്ചത്. പോളണ്ടിലെ സ്ലാവിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിറ്റ്ലറുടെ നാസി ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസായ ഗെസ്റ്റാപ്പോ ഈ വൈദികനെ അറസ്റ്റ് ചെയ്തു, കാരാഗൃഹത്തിലിട്ടു. ഈ ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് വളരെ ക്രൂരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹത്തിന് വളരെ ഇൻഫ്ലുവൻഷ്യലായ കുറേ സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും സ്വാധീനം ചെലുത്തി, ഈ ഹിറ്റ്ലറിൻ്റെ ഭരണകൂടത്തിൽ സ്വാധീനമൊക്കെ ചെലുത്തി. അങ്ങനെ അവരൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. പൗരോഹിത്യം ഉപേക്ഷിക്കാമെങ്കിൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ നിന്നും വിട്ടയക്കാം, വെറുതെ വിട്ടയക്കാം. പൗരോഹിത്യം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടയക്കാം. അദ്ദേഹം പറഞ്ഞു, പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്തിന് സ്വതന്ത്രനായി പോകണം? പൗരോഹിത്യമല്ല എൻ്റെ ജീവിതം, അതുകൊണ്ട് പൗരോഹിത്യം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, മരണത്തിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. 1942 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് സെപ്റ്റംബർ 18 അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഈ ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ടാണ്. ഈ കൊന്നത് ആദ്യം പട്ടിണി കിട്ടു, പിന്നെ ചില രോഗങ്ങൾ വരാൻ വേണ്ടി കുത്തിവെപ്പ് നടത്തി, പിന്നെ അങ്ങനെ കുത്തിവെച്ച് പിന്നെ ചികിത്സിക്കാതെ അങ്ങനെയാണ് കൊല്ലുന്നത്. വളരെ ക്രൂരമായ ഒരു വെടിവെച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ചിട്ടോ കെട്ടിത്തൂക്കിയൊന്നുമല്ല. ആദ്യം പട്ടിണിക്കിടും, പിന്നെ ചില മരുന്നുകൾ കുത്തിവെക്കും, എന്നിട്ട് ചികിത്സിക്കാതിരിക്കും. അങ്ങനെ നരകിച്ച് കൊല്ലിക്കുകയാണ്. കൊലപാതകമാണ്, പക്ഷേ ഇതുപോലെ ഒരു 30 സെക്കൻഡ് കൊണ്ട് മരിക്കുന്ന രീതിയല്ല. 1999 ജോൺ പോൾ II മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചത്, വാഴ്ത്തപ്പെട്ടവൻ പ്രഖ്യാപിച്ചത്. 99 തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ലക്ഷം യഹൂദരെയും ക്രിസ്ത്യാനികളെയുമാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിന് കയ്യും കണക്കുമില്ല. പലരും പല കണക്കുകളൊക്കെ പറയും, നമുക്കറിഞ്ഞുകൂടാ. അത്രമാത്രമാണ്. ഈ പൗരോഹിത്യം ഉപേക്ഷിച്ചാൽ നിന്നെ കൊല്ലാതെ വിടാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, പൗരോഹിത്യമില്ലാതെ ഞാൻ എന്തിനാണ് പിന്നെ പുറത്തേക്ക് ഈ കാരാഗ്രഹത്തിന് പുറത്ത് പോകുന്നത്? പൗരോഹിത്യമാണ് എൻ്റെ ജീവിതം. പൗരോഹിത്യമില്ലാതെ എനിക്ക് പുറത്തൊരു ജീവിതം വേണ്ട. മരണത്തിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ വളരെ ക്രൂരമായ മരണത്തിന്, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മരണത്തിന് വിധേയമാക്കിയപ്പോഴും ആ പൗരോഹിത്യം, ദൈവം നൽകിയ പൗരോഹിത്യത്തിൽ സന്തോഷിച്ച് അത് ജീവിക്കാനായിട്ടും മരിക്കാനായിട്ടും, ആ പൗരോഹിത്യത്തിൽ തന്നെ മരിക്കാനായതിലും സന്തോഷിച്ചുകൊണ്ട് മരിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഈ യൂസഫ് കുറ്റ് എന്ന് പറയുന്ന ധന്യൻ. വിശുദ്ധർ അങ്ങനെ ഇല്ലേ? വിശുദ്ധർ ധാരാളമുണ്ട്, എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത അത്ര അധികമുണ്ട്. നമുക്ക് സഭയ്ക്ക് അറിവ് കിട്ടുന്ന കുറേ പേരെയാണ് പ്രഖ്യാപിക്കുന്നത്. ആ വിശുദ്ധരെല്ലാം സ്വർഗീയ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വിശുദ്ധർ അവരുടെ പ്രാർത്ഥനകൾ മാലാഖയുടെ കല്ലിക്കുന്ന ധൂപക്കുറ്റിയിലിടുന്നു. ആ ധൂപക്കുറ്റിന് പുക ചുരുളുകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഉയരുമ്പോൾ അതോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും ഉയരുന്നുവെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചില ആളുകൾ പറയുന്നു വിശുദ്ധരുടെ പ്രാർത്ഥനകൾ പാടില്ലെന്ന്. അവർ തിരുവചനത്തെ തമസ്കരിക്കുകയും യേശുവിനെ എതിർക്കുകയുമാണ്. യേശുവിൻ്റെ വചനത്തെയാണ് അവർ എതിർക്കുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. അവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. അതും ഈ വിശുദ്ധരെ വണങ്ങാൻ പാടില്ല എന്ന് പറയുന്നവരും ഓർമ്മിക്കാൻ പാടില്ലെന്ന് പറയുന്നവരും തമസ്കരിക്കുകയാണ് തിരുവചനങ്ങൾ. അങ്ങനെ ദൈവത്തിൻ്റെ കോപം അവർ ക്ഷണിച്ചു വരുത്തുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോയിട്ടുള്ളവർ ദൈവത്തിൻ്റെ കോപം തങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. അവരെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അവരും കത്തോലിക്ക സഭയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. അതും വിശുദ്ധി പ്രാപിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആയിരിക്കട്ടെ. അതിൻ്റെ പേരിൽ നമ്മളവർ കളിയാക്കും, അല്ലേ, മോശമായിട്ട് ചിത്രീകരിക്കും, മറ്റുള്ളവർക്കും പോയി ചിത്രീകരിക്കും. അതെല്ലാം രക്തസാക്ഷിത്വമാണ്.
ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്നോട് പലരും പറഞ്ഞത് ഈ കമൻറ്റ് ബോക്സ് അടച്ചിടൂ, എന്തുമാത്രം പേരാണ് ഈ തെറിയുമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ തെറിയുമായിട്ട് വരുന്നവരെല്ലാം ഒരു ദിവസം മാനസാന്തരപ്പെടും. മാത്രമല്ല ആ തെറി പറയുമ്പോൾ ഞാനതെല്ലാം ആസ്വദിക്കുകയാണ്, എനിക്കതൊരു മതമർദ്ദനമായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും ആർക്കെല്ലാം വേദനയുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ രക്തസാക്ഷിയായി മാറുന്നതിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ വചനം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് ഏറ്റെടുക്കേണ്ടി വരുന്ന മർദ്ദനങ്ങളാണ്, വേദനകളാണ്. അതൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കാൻ ഇടയാക്കും. കർത്താവിൻ്റെ ശരീരത്തിൽ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, കൊളോസ്യ ലേഖനം 1:24 പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയട്ടെ. നമ്മളും വിശുദ്ധരായി ജീവിച്ച് മരിക്കട്ടെ. അങ്ങനെ സ്വർഗീയ ആരാധന സംബന്ധിക്കാനും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാലാഖയുടെ കയ്യിലിരിക്കുന്ന ധൂപക്കുറ്റിയിൽ ഇടാനും നിക്ഷേപിക്കാനും കഴിയട്ടെ. സ്വർഗത്തിൽ സിംഹാസനത്തിൽ തൊട്ട് താഴെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിൽ സിംഹാസനത്തിൽ തൊട്ട് താഴെ ഇരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമ്മൾ അൾത്താരയുടെ കുർബാന അർപ്പിക്കുന്ന ആൾക്കാരുടെ താഴെ വെക്കുന്നത്. സ്വർഗത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഭൂമിയിൽ ചെയ്യുന്നത്. നമ്മൾ ധൂപം അർപ്പിക്കുന്നതിനും കാരണം സ്വർഗത്തിൽ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കത്തോലിക്ക സഭ ചെയ്യുന്നതെല്ലാം തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ്. ആ തിരുവചനങ്ങളൊക്കെ മനസ്സിലാക്കാതെ ചില തിരുവചനങ്ങൾ മാത്രം എടുത്ത് കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നവർ, അവരോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആക്രമണം നമുക്ക് ഏൽക്കാം. അതൊക്കെ നമ്മൾ രക്തസാക്ഷിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.